അസ്സലാമു അലൈക്കും. തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദിനെ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും അറിയാം, കുട്ടികൾക്ക് വരെ അറിയാം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൂടി നിരവധി ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ തൊപ്പി എന്ന് പറയുന്ന ആ നിഹാദിനുണ്ട്. തൊപ്പി എന്ന് വിളിക്കുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിഹാദ് പഴയ ഒരു നിഹാദല്ല ഇപ്പോൾ. ഒരുപാട് മാറ്റങ്ങൾ ആ ചെറുപ്പക്കാരനിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ പഴയ വീഡിയോകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. പണ്ട് നിഹാദ് എന്തൊക്കെയാണ് സ്ട്രീമിംഗ് എന്ന പേരിൽ ചെയ്തു കൂട്ടിയത് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാനസിക നില തെറ്റിയ പയ്യനെ പോലെ ആ ചെറുപ്പക്കാരൻ ആ സമയങ്ങളിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കഴിക്കുന്ന ഭക്ഷണം പോലും തൻ്റെ അടിവസ്ത്രത്തിൽ ഇട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ സമയങ്ങളിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പിന്നീട് പല പോലീസ് കേസുകളുമായി ആ ചെറുപ്പക്കാരൻ്റെ റൂമിലേക്ക് പോലീസ് ഇടിച്ചുകയറി വാതിലൊക്കെ പൊളിച്ച് പിന്നീട് പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം ആ ചെറുപ്പക്കാരന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്നെ തിരിച്ചറിയുകയാണ്, ഞാൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒട്ടും വളരെയധികം കടന്നുകൈയാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ പിന്നീട് മറ്റൊരു തൊപ്പിയായി രൂപാന്തരപ്പെടുന്നു. ആ ചെറുപ്പക്കാരനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അത് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. മമ്മു ഒരു 6 മാസം മുന്നേ ഉള്ള മമ്മുമായിട്ടുള്ള എൻ്റെ ലൈവ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. പച്ച പൂര തെറിവിളിയല്ലേ. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ച്. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കില്ല. നമ്മളെ വീട്ടിലാരും തെറിവിളി അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ക്രേസി പരിപാടികൾ ചെയ്യാം, പക്ഷേ ആർക്കും മോശമില്ലാത്ത ലെവലുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. അതെ, ആ ചെറുപ്പക്കാരൻ ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നു. പണ്ട് സ്ട്രീമിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് തെറി വിളിക്കുമായിരുന്നു, ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കി തെറി വിളികളൊന്നുമില്ലാതെ അതോടൊപ്പം മറ്റുള്ളവരെ മാനസികമായിട്ട് വേദനിപ്പിക്കാതെയുള്ള കണ്ടന്റുകളാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതാണ് പഴയ നിഹാദും ഇപ്പോഴത്തെ നിഹാദും തമ്മിലുള്ള വ്യത്യാസം. അതോടൊപ്പം നമുക്കറിയാം, തൊപ്പിയുടെ കൂടെയുള്ള മമ്മു എന്ന് വിളിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പയ്യൻ നടത്തിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ വലിയ വിവാദമായി മാറി. വെറൈറ്റി മീഡിയ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ആ വിവാദങ്ങൾ ഉടലെടുത്തത്. സ്ത്രീകളുടെ കുളിമുറിയിലേക്ക് താൻ ഒളിഞ്ഞു നോക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ പ്രസ്താവന വലിയ ചർച്ചയായി. അതിനെ തുടർന്ന് ആ പയ്യനെ നിഹാദ് പിന്നീട് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അത് നാടകമാണെന്നും തൊപ്പി അതല്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ നോക്കൂ, മറ്റുള്ള വ്ളോഗർമാരിൽ നിന്നും യൂട്യൂബർമാരിൽ നിന്നൊക്കെ ഒരു വലിയൊരു വ്യത്യസ്തത തൊപ്പിയിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. അതിലധികവും മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് അവിടെയുള്ള ദമ്പതിമാർ കൂടുതലും ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ അധികവും രംഗത്ത് വരാറുള്ളത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി റീച്ചായി കുറച്ചു പണവും അതോടൊപ്പം പ്രശസ്തിയുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളിൽ നിന്നും പലപ്പോഴും ഇസ്ലാമിനെ ഒരു അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉസ്താദുമാരെ കളിയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴായും കടന്നു വരാറുണ്ട്. കാരണം ഇസ്ലാമിന് നിരക്കാത്ത ഇത്തരം പരിപാടികൾ കാണിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം സമുദായത്തിനെ അത് പറഞ്ഞ് തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമയുള്ള ഉസ്താദുമാർ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത്തരത്തിൽ ഉസ്താദുമാർ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ഉസ്താദുമാരെയും ഇസ്ലാമിനെയും പലപ്പോഴും അവഹേളിക്കുന്ന കളിയാക്കുന്ന പ്രസ്താവനകൾ അവരിൽ നിന്നും സംഭവിക്കാറുണ്ട്. അതിലവർ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളാണ്, പണ്ട് ഉസ്താദുമാർ TV ഹറാമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ TV ഒന്നും കുഴപ്പമില്ല, മൊബൈലും യൂട്യൂബും ഒക്കെ ഹറാമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെയുള്ള സ്ഥിരം ന്യായീകരണങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താൻ ചെയ്യുന്ന കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പി വളരെയധികം വ്യത്യസ്തനായി മാറുന്നത്. അതിനുദാഹരണമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. നിസ്കാരം കൊള്ളത്തില്ല, കട്ട് ഹെയർ എന്നാ. എടാ, നിസ്കാരം കൊള്ളത്തില്ല എന്നാണ്. നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ. നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വരും. അങ്ങനെ ഒരു സംഭവം നിസ്കാരത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണോ. അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല. നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ്, അത് വേറെ സംഭവം. നമ്മളെ എന്തെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ ഇതിലെല്ലാം കുറച്ച് കാര്യമുണ്ട്, മനസ്സിലാവും. നോക്കൂ, ആ ചെറുപ്പക്കാരൻ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. താൻ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരം കൊള്ളത്തില്ല എന്ന് ഏതൊരു വ്യക്തി പറയുമ്പോൾ അതങ്ങനെയല്ല, നിസ്കാരത്തിൽ കാര്യമുണ്ട്, വലിയൊരു ഡിസിപ്ലിൻ നിസ്കാരത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കും.
അങ്ങനെ നിസ്കാരത്തിൻ്റെ ആ ഒരു പവിത്രതയെ മഹത്വത്തെ കുറിച്ച് തൊപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പി ഇപ്പോൾ പഴയ തൊപ്പിയല്ല, പഴയതിനേക്കാളും വലിയ സാമ്പത്തിക മെച്ചങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. വില കൂടിയ കാറുകളും വീടുകളുമൊക്കെയായി തൊപ്പി വലിയൊരു സെറ്റപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും ആ ചെറുപ്പക്കാരൻ നിസ്കാരത്തെക്കുറിച്ച് ഒരു വ്യക്തി തെറ്റാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതങ്ങനെയല്ല, അതിൽ കാര്യമുണ്ട് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു മറുപടി പറയുകയാണ്. വേണമെങ്കിൽ ഈ ചെറുപ്പക്കാരന് നിസ്കാരമൊക്കെ തെറ്റാണ്, അതിലൊന്നും കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷെ ഇവിടെയാണ് തൊപ്പി വ്യത്യസ്തനായി മാറുന്നത്. ഇനി മറ്റൊരു വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. ഹറാം മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാണ്, മനസ്സിലാവും. അപ്പോൾ ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ഇതും ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളത്. നോക്കൂ, ഹറാം അത് ഹറാം തന്നെയാണ് എന്ന് തൊപ്പിയോടെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. ഒരുപക്ഷെ തൊപ്പിയോടല്ലാതെ മറ്റാരോടെങ്കിലും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ള ആളുകളോടാണ് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ പിന്നെ അവരുടെ തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് ഉസ്താദുമാരെ കളിയാക്കുന്ന തരത്തിലുള്ള മറുപടികളായിരിക്കും. നോക്കൂ, ഞാൻ തൊപ്പി ഇവിടെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുകയല്ല. തൊപ്പി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തൊപ്പി ചെയ്യുന്ന കാര്യങ്ങളോട് ഒട്ടുമിക്ക കാര്യങ്ങളിലും എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറുപ്പക്കാരൻ പറയുന്ന ആ നിലപാടുകൾ അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് തെറ്റ് തന്നെയാണ് എന്ന ചെറുപ്പക്കാരന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം താൻ വിശ്വസിക്കുന്ന മത ആചാരങ്ങളെ മറ്റുള്ള വ്യക്തികൾ തെറ്റാണെന്ന് പറയുമ്പോൾ അത് തെറ്റല്ല എന്ന് പറയാനുള്ള ആർജവം ആ ചെറുപ്പക്കാരനുണ്ടാകുന്നു. ഇവിടെയാണ് തൊപ്പി എന്ന് പറയുന്ന ആ നിഹാദ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുന്നത്. ആ ചെറുപ്പക്കാരൻ കുടുംബവുമായിട്ടുമൊക്കെ വലിയ രീതിയിലുള്ള അകലം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അത് ആ ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ള പല അഭിമുഖങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവരത് പറയുന്നില്ല കേട്ടോ. ഞാൻ അവരുമായിട്ട് ആരും എത്തിയില്ല, കോൺടാക്ട് ഇല്ല. എൻ്റെ ഉമ്മ കാണണം തിരിച്ചു അത്രേ ഉള്ളത്. അപ്പോൾ ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്ന കസിൻ്റെ കല്യാണം എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഭയങ്കര ഇതായോളൂ, എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി. എനിക്ക് അറിയില്ല കല്യാണം, ഞാൻ ഉമ്മ കാണാൻ പോയി. അപ്പോൾ എന്നോട് കല്യാണം കസിൻ്റെ കല്യാണം എല്ലാവരും അവിടെ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് നമ്മുടെ ഈ കല്യാണത്തിന് പറഞ്ഞാൽ രാവിലെ നിക്കായിരിക്കും. നിക്കാന് ആണുങ്ങൾ മാത്രം പള്ളി പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണത്തിലുണ്ടാവും. അപ്പോൾ ആണുങ്ങൾ എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി. കാർഡോർമാരും ഇങ്ങനെ മനസ്സിലാവും, കാർഡോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ അത് കാണാണ്ട് എല്ലാ കല്യാണത്തിലേക്ക് കയറി ഉമ്മനെ കണ്ട് പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വന്നു. തൻ്റെ സ്വന്തം ബാപ്പയുടെ ശബ്ദം പോലും ആ ചെറുപ്പക്കാരൻ മറന്നുപോയെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കപ്പോൾ എത്രത്തോളം ഉപ്പയുമായിട്ട് നിഹാദ് വലിയ രീതിയിൽ അകലം പാലിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ കാണുന്നത് ഉമ്മയെ മാത്രമാണ്. അതും ആരും അറിയാതെയാണ് ഉമ്മയെ പോയി ഈ ചെറുപ്പക്കാരൻ കാണുന്നത്. ആ കുടുംബവുമായിട്ടുള്ള തൊപ്പിയുടെ ആ ഒരു അകൽച്ച അത് ആ ചെറുപ്പക്കാരനെ വല്ലാതെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അവസാനം തൊപ്പി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഒരു നാൾ എല്ലാം ശരിയാകുമെന്ന്. ആ മാതാപിതാക്കളുമായി ഉമ്മയുമായിട്ടുമൊക്കെ സന്തോഷത്തോടുകൂടി നല്ല മുന്നോട്ടുള്ള ജീവിതം കൈവരിക്കാൻ ആ ചെറുപ്പക്കാരന് സാധിക്കട്ടെ.